കഴിഞ്ഞ ഓരോ ക്ലാസ്സുകളിലൂടെയും വിശ്വസ്തരായ ദൈവത്തിൻ്റെ ഭൃത്യന്മാരിലൂടെ ദൈവം നമ്മെ ശക്തമായി പഠിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് നാം ശ്രദ്ധിക്കുവാനായിട്ട് പോകുന്നത് തമിഴ്നാടും മിഷണറിമാരും എന്നുള്ള ഒരു വിഷയമാണ്. ശ്രീ വെങ്കടേശൻ ആണ് ആ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പുരാതന ഭാഷാ ഗോത്ര സമൂഹത്തിൽ ഉൾപ്പെടുന്ന തമിഴ് ജനത ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും പേരിൽ അനേക വിധത്തിൽ ഇകഴ്ത്തലുകൾക്ക് ഇരയായവരാണ്. ആര്യ ആധിപത്യത്തെയും ആര്യാവൽക്കരണത്തെയും ശക്തമായി പ്രതിരോധിക്കുന്ന ഇവരെ സാംസ്കാരികമായും ആരോഗ്യപരമായും ഉന്നതിയിലേക്ക് ഉയർത്തുന്നതിൽ മിഷണറിമാരുടെ ശ്രദ്ധേയമായ പങ്കിനെക്കുറിച്ചാണ് സ്നേഹമുള്ള വെങ്കടേശൻ സാറ് നമ്മോട് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. ഇതുവരെയും ദൈവം നമ്മെ സഹായിച്ചു. ഈ മീറ്റിങ്ങുകളിലും ഈ പഠനത്തിൻ്റെ വേളകളിലും ദൈവം സമൃദ്ധിയായിട്ട് സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടുകൂടെ ഈ വചനങ്ങളെ ശ്രദ്ധിക്കുവാനായി നമുക്ക് സമയം വേർതിരിക്കാം. ജനിച്ചത് കേരള സംസ്ഥാനമായാലും വായിച്ചതും പഠിച്ച കാലങ്ങൾ മുതൽക്കൊണ്ട് ചെറിയ കുട്ടിക്കാലം മുതൽക്കൊണ്ട് തമിഴ്നാടായതുകൊണ്ട് എൻ്റെ മലയാള വായനയിൽ ഉച്ചാരണങ്ങൾ ചില മിസ്റ്റേക്കുകൾ ഉണ്ടാവും. കേൾക്കുന്നവർ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അപേക്ഷിച്ചുകൊണ്ടാണ് എൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ തുടങ്ങുകയാണ്. തമിഴ്നാട്ടിലെ ക്രിസ്തീയ മിഷണറിമാരുടെ സംഭാവനകൾ എന്താ നൽകിയത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് മുമ്പോട്ട് പോകാൻ കരുതുന്നത്. രാഷ്ട്രീയ പുരോഗതിയിൽ ക്രിസ്തീയ മിഷണറിമാരുടെ സംഭാവനകൾ തമിഴ്നാട്ടിലായിട്ട് ആമുഖം. ഇന്ത്യയ്ക്കൊരു നീണ്ട ചരിത്രവും സാംസ്കാരിക വൈകാര്യവും ഉണ്ടെങ്കിലും വികസനത്തിന് അറിവും സാഹചര്യങ്ങളും എല്ലാവർക്കും ലഭ്യമായിരുന്നില്ല. അജ്ഞത അന്നത്തെ സമൂഹത്തിൽ നിറഞ്ഞിരുന്നു. ദൈവസ്നേഹം പങ്കുവയ്ക്കുവാൻ ക്രിസ്തീയ മിഷണറികൾ അവരുടെ പ്രവർത്തനങ്ങളെ ആരംഭിച്ചപ്പോൾ സമൂഹത്തിൽ എല്ലാ വിഭാഗങ്ങളിലും പക്ഷപാതമില്ലാതെ അവർ ഒരു വലിയ സംഭാവന നൽകി. പല മാർഗങ്ങളിലൂടെ ദരിദ്രത്തിനട്ടിലിരുന്ന് ആളുകളുടെ നില മെച്ചപ്പെടുത്താനായിട്ട് ദൗത്യം അവർ മുന്നെടുക്കുകയായി. അവർ പ്രാദേശിക സംസ്കാരത്തിനും ഭാഷയ്ക്കും മറ്റും സമൂഹത്തിനും സഹായിക്കുകയും സംഭാവന ചെയ്യുകയും ചെയ്തു. ഇക്കാര്യത്തെ ശ്രദ്ധയിൽ വെച്ച് ഈ പേപ്പറിൽ ക്രിസ്തീയ മിഷണറികൾ രാജ്യത്തിനായിട്ട് ചെയ്ത സംഭാവനകൾ ഫോക്കസ് ചെയ്യുകയാണ്. ഹൈന്ദവ ദേശീയവാദികൾ ക്രിസ്തീയ മിഷണറിയുടെ സംഭാവനകളെയും ചരിത്രവും പാരമ്പര്യവും വളച്ചൊടിക്കുകയാണ്. ഈ ലേഖനത്തിൽ എഴുത്തുകാരൻ കോളനിയൽ ഭരണകാലത്തിൽ മദ്രാസ് പ്രസിഡന്റായിട്ട് അറിയപ്പെടുന്ന ഇന്ത്യയുടെ തെക്ക് സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ക്രിസ്തീയ മിഷണറികൾ ചെയ്ത സംഭാവനകളെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തീയ മിഷണറികൾ തമിഴ്നാട്ടിൽ ചെയ്ത എല്ലാ സംഭാവനകളും ഇവിടെ പറയുവാൻ അല്പ ബുദ്ധിമുട്ടുണ്ട്. പേപ്പറുടെയും സമയത്തിൻ്റെയും പരിധി ഉള്ളതുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുൻപ് നടന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, സമൂഹത്തിൻ്റെ വികസനത്തിൽ ക്രിസ്തീയ മിഷൻസ് വഹിക്കുന്ന പങ്ക് അംഗീകരിക്കാനും ബഹുമാനിക്കാനും എല്ലാ വായനക്കാരെയും സഹായിക്കും. തമിഴ്നാടും ക്രിസ്തുമതമും. ഇന്നത്തെ തമിഴ്നാട് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായിട്ടും രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസായിക സംഭാവനകൾ നൽകുന്ന മാത്രമല്ല, ഏറ്റവും സാക്ഷരവും നഗരങ്ങളുമുള്ള സംസ്ഥാനമാണ്. 2011 എടുത്ത സെൻസസ് പ്രകാരം ഇന്ത്യയിൽ കേരള സംസ്ഥാനത്തിൻ്റെ അടുത്ത് ക്രിസ്ത്യാനികൾ
ജനസംഖ്യയിൽ കൂടുതലുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. 6.12% ക്രിസ്തീയ ജനസംഖ്യയായിട്ട് സംസ്ഥാനത്തിൻ്റെ രണ്ടാമത്തെ വലിയ മതപരമായിട്ടുള്ള സമൂഹമാണ്. ഷിക എയർലൈൻസ് നിരീക്ഷിക്കുമ്പോൾ ഈ ഭൂമിയിൽ ക്രിസ്തുമതം ഒവ്വൊരു കാലഘട്ടത്തിലായിട്ട് എത്തി. ഒന്നാമത്തേതായി യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിൽ ഒരാളായിരുന്ന അപ്പോസ്തലനായ തോമസ് 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ മതത്തെ പരിചയപ്പെടുത്തി. ഇന്നത്തെ ചെന്നൈയിൽ രക്തസാക്ഷിയായിട്ട് മരണപ്പെട്ടു. 14-ാം നൂറ്റാണ്ടിൽ റോമൻ കത്തോലിക്കർ മുഖാന്തരം, 18-ാം നൂറ്റാണ്ടിൽ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ മുഖാന്തരം അത് നടന്നു. ഇന്നും പറഞ്ഞാൽ വെസ്റ്റേൺ യൂറോപ്പിൽ ക്രിസ്തീയ മതം എത്തും മുന്നിൽ ഇന്ത്യയും തെക്കുഭാഗത്തിൽ എത്തിത്തീർന്നു. മാറ്റത്തിൻ്റെ ഏജൻറ്റുകളായിട്ട് ക്രിസ്ത്യാനികൾ, സുവിശേഷ വേളയ്ക്കായിട്ട് ക്രിസ്തീയ മിഷണറികൾ ഇന്ത്യയിൽ എത്തിച്ചേർന്നെങ്കിലും അവർ സമുദായങ്ങളോടും വ്യക്തികളോടും വികസനത്തിലൂടെ വാതിലുകൾ തുറന്ന് ജനങ്ങളോടുള്ള അവരുടെ പ്രവർത്തനത്തിലൂടെയും ദൈവസ്നേഹം പ്രഖ്യാപിച്ചു. ക്രിസ്തീയ മിഷനുകളിൽ പല മാറ്റങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ വിദ്യാഭ്യാസം, വനിതാ വികസനം, ദലിത് വിമോചനം, ആരോഗ്യ പരീക്ഷാതുരത്തിനായ മേഖലയിൽ അവരുടെ പ്രധാന പ്രവർത്തനങ്ങളിൽ ചില ചുരുക്കമായി ചിന്തിക്കാം. വിദ്യാഭ്യാസവും ക്രിസ്തീയ മിഷനും. ക്രിസ്തീയ മിഷനുകളും സ്കൂളുകളുടെയും വരവിന് മുൻപായി ഇവിടെ പഠിക്കാൻ സ്കൂളുകൾ ഉണ്ടായിരുന്നു. എന്നാലും മനോഹരൻ പറയുമ്പോൾ വിദ്യാഭ്യാസം ഉന്നത ജാതികളുടെ ഒരു പദ്ധതിയായി ഗുരുകുലങ്ങളിൽ പരിമിതമായിരുന്നു. ഉയർന്ന ജാതിക്കാരായ കുട്ടികൾ മാത്രം ഒരു ഗുരുവിൻ്റെ അധ്യാപനത്തിൽ കീഴിൽ പഠിക്കാൻ കഴിയും. ഉയർന്ന ജാതിക്കാരിൽ നിന്ന് മറ്റ് ജാതികളിൽ നിന്നുള്ളവർക്കും സ്ത്രീകൾക്കും വിദ്യാഭ്യാസം ലഭ്യമായിരുന്നില്ല. വിദ്യാഭ്യാസ ദൗത്യത്തിൽ ക്രിസ്തീയ മിഷണറികൾ സജീവമായി പങ്കെടുക്കുന്നതിന് മുൻപ് സംസ്ഥാനത്തിൻ്റെ സാക്ഷരത 5% കുറവായിരുന്നു. ഇന്ന് 80.6% ഇന്ത്യ സാക്ഷരതയെ ശതമാനമാണ് തമിഴ്നാട്ടിൻ്റെ സാക്ഷരത. ഇന്ത്യ രാജ്യത്തിൻ്റെ സാക്ഷരതയെക്കാട്ടിലും 6% കൂടുതലാണ് ഇത്. തമിഴ്നാട്ടിൽ വിദ്യാഭ്യാസത്തിലെ വിജയകരമായ ഘടകങ്ങൾ നിരവധി ഉണ്ട്. എന്നാലും ഇന്നത്തെ അവസ്ഥയിൽ ക്രിസ്തീയ മിഷനുകളും സ്കൂളുകളും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നു എന്നുള്ള അന്വേഷ്യമായ വസ്തുതയാണ്. ബാലസുന്ദരം പറഞ്ഞതുപോലെ തുടക്കത്തിൽ മിഷണറിമാർ സ്കൂളുകളെ തുടങ്ങി എന്നു മാത്രമല്ല, അവർ എവിടെയൊക്കെ ചെന്നോ അവിടെയൊക്കെ അവർ സ്കൂളുകൾ ഉണ്ടാക്കി. ഇതുകൊണ്ട് ഉണ്ടായ ഫലമെന്തെങ്കിൽ സംസ്ഥാനമെങ്കിലും സമൂഹത്തിലുള്ള എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടാൻ വഴി തുറന്നു. സീഹൻ ബാൽക്ക് എന്ന മിഷണറി 1707 മാർച്ച് 22-ാം തീയതി തരംഗമ്പാടി എന്ന സ്ഥലത്തിൽ ആദ്യത്തെ സ്കൂൾ തുടങ്ങി. പൊതുജനങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കിയിരുന്നു. നിലവിൽ ഇരുന്ന് ഉയർന്ന ജാതികൾക്ക് മാത്രം വിദ്യാഭ്യാസം നൽകി വന്ന പാരമ്പര്യ സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അതിനുശേഷം അദ്ദേഹം കടലൂരിലും മദ്രാസിലും സ്കൂളുകൾ ആരംഭിച്ചു. അവരുടെ മാതൃക പിന്തുടർന്ന് റവറൻ സ്വാൻസ് പല സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലും പ്രൊവിൻഷ്യൽ സ്കൂളുകൾ തുടങ്ങി. 1813 കമ്പനി ചാർട്ടറിൻ്റെ പിന്നിൽ കന്യാകുമാരി മുതൽ മദ്രാസ് വരെയിൽ ക്രിസ്തീയ മിഷനുകൾ നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. സ്ത്രീകൾക്ക് തങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്ത് വിദ്യാഭ്യാസം ലഭിക്കാമെന്ന ആശയം ഇന്ത്യ സമൂഹത്തിൽ കണ്ടെത്തിയിട്ടില്ലെന്ന് ഗ്രേസി നിരീക്ഷിക്കുന്നു. സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് റോബർട്ട് കാർഡ്വെൽ, അദ്ദേഹം ആദ്യകാല മിഷണറിയാണ്. ആ മിഷണറിയുടെ ജീവിതത്തിൽ നിന്ന് ക്രിസ്തുദാസ് ഒരു രസകരമായ വിവരണം അവതരിപ്പിക്കുന്നു. ഞങ്ങൾ പെൺകുട്ടികളെ വായിക്കാനും എഴുതുവാനും പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ചില പുരുഷന്മാർ ഞങ്ങളുടെ ഇടത്ത് യാദൃശ്യമായി ഇങ്ങനെ ചോദിക്കാനുണ്ടായി. എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ അടുത്ത് പശുക്കളെയാണോ പഠിപ്പിക്കാൻ പോണ് എന്ന് അവർ ഞങ്ങളുടെ അടുത്ത് ചോദിക്കാനുണ്ടായി.
എന്നാൽ തിരുനെൽവേലിയിൽ നിന്ന് അഭിഷേകം നേടിയ ആദ്യത്തെ ഇന്ത്യൻ ആംഗ്ലിക്കൻ ബിഷപ്പ് അസറിയ ഇങ്ങനെ എഴുതുന്നു: ഇവിടെ സൗത്ത് ഇന്ത്യയിൽ സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മിഷനറികൾ ആധികാരികളായിട്ട് അറിയപ്പെടുന്നു. 1707 സീഹൻബാൽ തമിഴ്നാട്ടിൽ പെൺകുട്ടികളുടെ ആദ്യ സ്കൂൾ ആരംഭിച്ചതിലൂടെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായി വിത്ത് വിതച്ചു. എന്നെങ്കിലും വനിതാ വിദ്യാഭ്യാസത്തിന് ഉത്രാണത്തിനായി 100 വർഷങ്ങളെടുത്തു. 1813 പെൺകുട്ടികൾക്കായി നിരവധി സ്കൂളുകൾ തമിഴ്നാടെങ്കിലും ക്രിസ്തീയ മിഷനറികൾ തുടങ്ങി. ചില കാലങ്ങൾക്കുൾ തിരുനെൽവേലി, മുതലൂർ, നാസറേത്ത്, നാഗർകോയിൽ ചുറ്റിയുള്ള ഭാഗങ്ങളിൽ സ്കൂളുകൾ മിഷനറികൾ തുടങ്ങിയതിന് വഴി ഒരുപാട് പാരൻസ് പെൺകുട്ടികളെ സ്കൂളുകൾക്ക് വിദ്യാഭ്യാസത്തിനായിട്ട് അയക്കാൻ സമ്മതിച്ചു. സാറാൾ തക്കർ കോളേജ് സൗത്ത് ഇന്ത്യയിൽ ആദ്യത്തെ സ്ത്രീകളുടെ കോളേജാണ്. പിന്നീട് ജനങ്ങൾ പുരുഷന്മാരുടെ കോളേജുകളിൽ പുരുഷന്മാരോടൊപ്പം പഠിക്കാൻ സ്ത്രീകൾ അനുചിതമെന്ന് കരുതിയതിനാൽ ക്രിസ്തീയ മിഷനറികൾ നിരവധി സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള കോളേജുകൾ തുടങ്ങി. ഉദാഹരണം ക്വീൻസ് കോളേജ് ചെന്നൈയിൽ, മദ്രാസ്. ക്രിസ്തീയ മിഷനറികൾ സ്ത്രീകളെ പ്രബുദ്ധരാക്കുവാൻ എടുത്ത പരിശ്രമം സമൂഹത്തിൽ വലിയ ഫലം കണ്ടെത്തുവാനും കൂടാതെ സ്ത്രീകളുടെ നെഗറ്റീവ് ചിന്താഗതി പോസിറ്റീവായി തീരുകയും ചെയ്തു. വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് അനുചിതമല്ല എന്ന് സമൂഹം കണക്കിലാക്കിയപ്പോൾ ക്രിസ്തീയ മിഷനറികൾ വിദ്യാഭ്യാസത്തിലൂടെ സ്ത്രീകളുടെ ജീവിതത്തിന് അർത്ഥം പകർന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ മുത്തുലക്ഷ്മി റെഡ്ഡി മദ്രാസ് പ്രസിഡൻസിയിൽ ലീഡറായിരുന്നവർ ഒരു അഖിലേന്ത്യാ വനിതാ കോൺഫറൻസിൽ ഇങ്ങനെ പറയുന്നു: ഈ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് ചെയ്തതിനേക്കാൾ ക്രിസ്തീയ മിഷനറികൾ സംഭാവനകൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായി കൂടുതലായി ചെയ്തിട്ടുള്ളതായി ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇന്ത്യ വനിതകളുടെ വിദ്യാഭ്യാസം ഉയരാനായിട്ട് പല മിഷനറി ഏജൻസികൾ ഏറ്റെടുത്ത പരിശ്രമങ്ങൾക്ക് നന്ദിയുള്ളവരാണ് ഈ നാട്ടിൻ്റെ സ്ത്രീ സമൂഹം. അവർ ക്രിസ്തീയ വനിതാ അധ്യാപകരെ മിഷനറി സ്കൂളിലൂടെ സൃഷ്ടിച്ചില്ലെങ്കിൽ ഇന്ത്യൻ സ്ത്രീകളുടെ വിദ്യാഭ്യാസ പുരോഗതി ഇത്രയും സാധ്യമാകുന്നില്ല. മാത്യു സക്കറിയ പറയുന്നു അനുസരിച്ച് ക്രിസ്തീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ചും ഹൈന്ദവ പുരോഗതിയെക്കുറിച്ചും അതിൻ്റെ രാഷ്ട്രീയ ഉൽപ്പന്നമായി ഇന്ത്യ ദേശീയത്തെക്കുറിച്ചും ഇന്ത്യക്കാരെ ചിന്തിപ്പിക്കുന്നതായി ഏറെ പങ്കുവഹിച്ചിട്ടുണ്ട്. അതിൽ ഉപരി സയ്യിദ് സാഹബ് പറയുന്നു, ക്രിസ്തീയ മിഷണറിമാർ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചപ്പോൾ രാജ്യത്തിൻ്റെ ഭരണകൂടം ഈ മേഖലയിൽ വളരെ കുറച്ച് ഉത്തരവാദിത്വം എടുത്തിരുന്നു. ക്രിസ്തീയ പ്രവർത്തനങ്ങളുടെ ഒഴിച്ചുകൂടാനാകാത്ത ഭാഗമായിരുന്ന വിദ്യാഭ്യാസ വികസനത്തിനെ അവർ കണ്ടിരുന്നു. വിദ്യാഭ്യാസം പാരമ്പര്യ ജാതി വ്യവസ്ഥമായ ജോലികളിൽ നിന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയും സമൂഹത്തിൽ എല്ലാവർക്കും ഉയർന്ന നിലവാരം കൊണ്ടുവരുവാനും അങ്ങനെ സമൂഹത്തിൽ മാറ്റം ചെലുത്തുവാനും സ്ഥാപിച്ചു. ക്രിസ്തീയ മിഷനും ദലിത സമൂഹവും. ദലിത് എന്ന പദം സംസ്കൃതത്തിൽ ദാൽ എന്ന റൂട്ട് വേർഡിൽ നിന്ന് വന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതിന് എന്താ അർത്ഥമെന്നാൽ തകർന്ന് അടിച്ചമർത്തൽ, അടിച്ചമർത്തപ്പെട്ടവൻ എന്നെല്ലാം അർത്ഥമാണതിന്. പാവപ്പെട്ട ഔട്ട്കാസ്റ്റ് എന്നറിയപ്പെട്ട ആളുകളുടെ അടയാളമാണ് ഈ പേര്. ക്രിസ്തീയ സംഘടനകളിൽ വരവിന് മുൻപ് ബാലസുന്ദരം ചുരുക്കമായി പറഞ്ഞതുപോലെ ദലിത സമൂഹങ്ങൾ വളരെ ദുരിതമനുഭവിക്കുന്ന ജീവികളാണ്. സമൂഹമായി അടിച്ചമർത്തപ്പെട്ടവരായി, സാമ്പത്തികമായി ചൂഷണം ചെയ്യപ്പെട്ട്, വിദ്യാഭ്യാസമായി പിന്നാക്കം വലിച്ചിട്ടും രാഷ്ട്രീയമായി അവഗണിക്കപ്പെട്ടും അവസ്ഥയായിരുന്നു. അക്ഷരത മൂലം തങ്ങളുടെ അവകാശങ്ങളെയും അടിമത്തത്തെയും വെല്ലുവിളിക്കുവാൻ അവർ ശക്തരായിരുന്നില്ല. എന്നാൽ ക്രിസ്തീയ പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ളവരെ അടിച്ചമർത്തലുകളിൽ നിന്നും താഴ്ന്ന ജാതി വ്യവസ്ഥയിൽ നിന്നും പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് ഏറെ പരിശ്രമിച്ചിട്ടുണ്ട്. കൂഗാൽ ക്രാഫ്റ്റ് പറയുന്നു അനുസരിച്ച് ചില ആദ്യകാല മിഷണറിമാർ ആദി ദ്രാവിഡാസ് എന്ന് ദലിത് സമൂഹത്തിൻ്റെ അവസ്ഥകളെ മാറ്റുവാനായി അവരുടെ ഇടയിൽ താമസിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. റാഗ്ലൻ എന്ന മിഷണറി ഇതിന് ഉദാഹരണമാണ്.
ബാലസുന്ദരം ഇപ്രകാരം പറയുന്നു: അവർ മിഷണറി പ്രവർത്തനങ്ങളെ ഒരു വലിയ സ്വാതന്ത്ര്യം നൽകുന്ന ശക്തിയായും സ്ത്രീകളെയും പുരുഷന്മാരെയും സുവിശേഷത്തിൻ്റെ ശക്തിയാൽ പാപത്തിൽ നിന്നും, അജ്ഞതയിൽ നിന്നും, തെറ്റായ മതചിന്താഗതിയിൽ നിന്നും, അടിച്ചമർത്തപ്പെട്ട സാമൂഹിക ആചാരങ്ങളിൽ നിന്നും ഉത്തരിക്കുവാൻ ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു സമൂഹമായി കരുതിയിരുന്നു. ഇത് ദലിത് വിഭാഗത്തിലുള്ളവരെ ക്രിസ്തവതയിലേക്കുള്ള കൂട്ടമായി പരിവർത്തനങ്ങൾക്ക് വഴിതെളിച്ചു. കത്തോലിക്കരുടെ പ്രവർത്തനങ്ങളായി ആദ്യകാലങ്ങളിൽ താഴ്ന്ന അവസ്ഥയിലായിരുന്ന ദലിത് സമൂഹത്തിൻ്റെ ശബ്ദമായി മാറി. മറ്റും ഉയർന്ന സമൂഹത്തിലുള്ളവരുമായി ദലിത് സമൂഹത്തിന് തുല്യത നേടിയെടുക്കുവാൻ ക്രിസ്തീയ മിഷണറിമാർ ഏറെ പരിശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴുകുമലൈ, ശിവകാശി എന്ന ഈ സ്ഥലങ്ങളിൽ നടന്ന് ലഹളയുടെ കാലങ്ങളിൽ വിദ്യാഭ്യാസത്തിലൂടെ മാത്രം ദലിത് സമൂഹത്തിന് പുരോഗതി ഉണ്ടാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ മിഷണറിമാർ അവർക്ക് മാത്രമായി 1827 സേലത്തിൽ ഒരു സ്കൂൾ സ്ഥാപിച്ചു. തുടർന്ന് എല്ലാ പ്രവർത്തന സ്ഥലങ്ങളിലും സ്കൂളുകൾ സ്ഥാപിക്കുകയുണ്ടായി. 1926 ഈരോട്ടിൽ പുരുഷന്മാർക്കായിട്ടും സേലത്തിൽ സ്ത്രീകൾക്കുമായിട്ടും നേതാക്കന്മാരായും അധ്യാപകരായും സൃഷ്ടിക്കുന്നതിനായി ജനങ്ങളെ പുരോഗതിക്കുള്ളായി നയിക്കുവാനായിട്ടും പ്രത്യേക ട്രെയിനിങ് സ്കൂളുകൾ സ്ഥാപിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, ആതുര സേവനങ്ങളിലും വളരെ പ്രമുഖ പ്രവർത്തനങ്ങൾ മിഷണറിമാർ നൽകിയിട്ടുണ്ട്. റവറൻ W. ബ്രഫ് ഈരോട്ടിൽ ഒരു മെഡിക്കൽ മിഷൻ സ്ഥാപിക്കുകയായി ഉണ്ടായി. പിന്നീട് അത് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലായി ഡോക്ടർ പോലാർഡിൻ്റെ നേതൃത്വത്തിൽ വികസിക്കപ്പെടുകയുണ്ടായി. 1923 നഴ്സുമാരെ പരിശീലിപ്പിക്കുന്ന കോഴ്സുകൾ ആരംഭിക്കുകയും ദലിത് സമൂഹത്തിൽപ്പെട്ട പെൺകുട്ടികളെ അവരുടെ സമൂഹത്തിൽ തന്നെ പ്രവർത്തിക്കാൻ സജ്ജരാക്കുകയും ചെയ്തു. അത്യാവശ്യ സാഹചര്യങ്ങളിൽ മിഷണറി ഡോക്ടർമാരില്ലാത്ത സ്ഥലങ്ങളിൽ താൽക്കാലികമായി വൈദ്യസഹായം നൽകുന്നതിനായി മിഷണറിമാരെയും പ്രവർത്തകരെയും സജ്ജരാക്കുവാൻ ഈ സ്കൂളിലൂടെ സാധിച്ചു. ദലിത് സമൂഹത്തിൽ ഉൾവർഗമായിരുന്ന് ആരോഗ്യപരമായും സാമൂഹികപരമായും സേവനം ഇവരിലൂടെ അധികമായി ലഭിച്ചത്. ഇങ്ങനെ ദലിത് സമൂഹത്തെ ഉയർത്തുക വഴി സമൂഹത്തിൽ അവർക്ക് മാന്യത ലഭിക്കുവാൻ സാഹചര്യങ്ങൾ ഒരുക്കി. അവസാനമായി ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്തവും ചുമതലകളും ഏറ്റെടുക്കുവാൻ ദലിത് സമൂഹത്തിൽ തന്നെ സ്ത്രീകളും പുരുഷന്മാരെയും വളർത്തിയെടുക്കുകയും നേതൃത്വം വഹിക്കാനുള്ളതിനായി അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ദലിത് സമൂഹത്തിൽ നിന്ന് ക്രിസ്തവ സഭയ്ക്ക് നേതാക്കന്മാരുണ്ടാക്കുകയും അവർ ക്രിസ്തവ മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. ലുംബാർക്ക് എന്ന മിഷണറി ഇപ്രകാരം ദലിത് ക്രിസ്തവതയിലേക്ക് വരുന്നതെക്കുറിച്ച് പറയുകയുണ്ടായി: നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ക്രിസ്തവത മാത്രമേ ഒരു വഴിയായി കാണുന്നുള്ളൂ എന്ന് അവർ മനസ്സിലാക്കി. ഗ്രേഫെ ചൂണ്ടിക്കാട്ടുന്നു ഇപ്രകാരമാണ്: വിദ്യാഭ്യാസം ആദി ദ്രാവിഡ സമൂഹത്തിന് ഒരു പ്രചോദനം നൽകി എന്നെങ്കിലും ഉപരി അവർക്ക് ഒരു വ്യക്തിത്വം സ്ഥാപിച്ചു എടുക്കുന്നതിന് ഇത് സഹായിച്ചു. ഇത് വിവിധ മേഖലകളിൽ ദലിത് സമൂഹത്തിൽ നിന്ന് ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന നേതാക്കളെ സൃഷ്ടിച്ചു എടുക്കുവാൻ സഹായിച്ചു. ക്രിസ്തവ മിഷൻ ആതുര സേവന രംഗത്ത് ആരോഗ്യ മേഖലകളിലും 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലങ്ങളിൽ ആതുര സേവന രംഗത്തുള്ള പ്രവർത്തനങ്ങൾ വളരെ വിരളമായിരുന്നു. നഗരങ്ങളിൽ മാത്രമേ ഇപ്രകാരമുള്ള സേവനം ലഭ്യമായിരുന്നുള്ളൂ. 1550 ഫാദർ ഹെൻറി ഹെൻഡ്രിക്സ് തമിഴ്നാട്ടിൽ പുന്നേക്കായിൽ എന്ന സ്ഥലത്തിൽ ആദ്യത്തെ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. പ്രൊട്ടസ്റ്റന്റ് മിഷണറിയായ ഡോക്ടർ എ റാംസെ 1836 നെയ്യൂരിൽ ഒരു ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. 3ാം തലമുറയിലെ മെഡിക്കൽ മിഷണറി കുടുംബത്തിൻ്റെ അംഗമായിരുന്ന ഐഡാസ് ഖഡർ 1900 വെല്ലൂരിൽ ഒരു ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. ഇന്ത്യയിൽ ഒരിക്കലും മിഷണറി ഡോക്ടറായിരിക്കുവാൻ ആഗ്രഹമില്ലാതിരുന്ന ഡോക്ടർ ഐഡാസ് ഖഡറിൻ്റെ തീരുമാനത്തെ പുരുഷ ഡോക്ടർമാരാൽ തങ്ങളുടെ ഭാര്യമാർ ചികിത്സിക്കപ്പെടേണ്ട എന്ന് ഭർത്താക്കന്മാരുടെ തീരുമാനം 3 സ്ത്രീകളെ ജീവൻ അപഹരിച്ചതിലൂടെ
തുടർന്ന് മാറ്റങ്ങളുണ്ടായി. ഇനി ഒരു സ്ത്രീക്കും ഇപ്രകാരം ഒരു ദുരന്തം വരരുത് എന്ന് ഐഡാസ്കറുടെ ഉറച്ച തീരുമാനം തന്നെ ഒരു ഡോക്ടറാക്കുവാനും തുടർന്ന് താൻ ചെറിയ രീതിയിൽ സ്ഥാപിച്ച ആസ്പത്രി ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ആതുര സേവന രംഗത്ത് വലിയ ഹോസ്പിറ്റലായി തീരുവാൻ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിന് കഴിഞ്ഞു. ഇത് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് മെഡിക്കൽ മിഷണറിയായ ഡോക്ടർ ഐഡാസ്കേഡറിൻ്റെയും മിഷണറികളുടെ സംഭാവനയെയും എടുത്തു പറയത്തക്കതും പ്രാധാന്യം അർപ്പിക്കുന്നതായ ഒന്നാണ്. ശസ്ത്രക്രിയ പാടില്ല എന്ന് അന്ധവിശ്വാസങ്ങൾ പൊള്ളയായി കാണിക്കുവാനും ഗർഭിണിയായ സ്ത്രീകളുടെ പോഷകാഹാരക്കുറവും വൃത്തിഹീനമായ സാഹചര്യങ്ങളും മാറ്റിയെടുക്കുന്നതിന് ക്രൈസ്തവ മിഷണറിമാർ വഹിച്ച പങ്ക് അതുല്യമെന്ന് ക്രാഫെ പറയുന്നു. ഇന്നത്തെ കാലത്തിൽ ഇന്ത്യ ആതുര മേഖല രംഗത്ത് ക്രിസ്ത്യാനിയുടെ പങ്കുവെപ്പ് 22%. ഇന്ത്യയെ ക്രിസ്ത്യാനിയുടെ ജനസംഖ്യ അനുസരിച്ച് ഈ ശതവീതം ഏറെയും വ്യത്യസ്തമാണ്. സ്ത്രീകൾക്കായുള്ള ക്രിസ്തീയ മിഷണറി പ്രവർത്തനങ്ങൾ. പുരാതന ഭാരതത്തിൽ സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ട അവസ്ഥയിലായിരുന്നു എന്ന് എല്ലാവർക്കും അറിവുള്ളതായ വസ്തുതയാണല്ലോ. സമൂഹത്തിൽ വിവേചിക്കപ്പെട്ടും അന്ധവിശ്വാസത്തിന് അടിമകളായും പല ആചാരങ്ങൾക്കും ഇരകളായും ആണ് സ്ത്രീകൾ ജീവിച്ചിരുന്നത് എന്ന് പോൾ രാജൻ പറയുന്നു. ഈ മേഖലയിൽ C.C. കിബൻ, ഏമി കാർമൈക്കൽ എന്ന ഇവരുടെ സംഭാവനകൾ പ്രശംസനീയമാണ്. ഏമി കാർമൈക്കൽ എന്ന മിഷണറി ദേവദാസി സമ്പ്രദായത്തിൽപ്പെട്ട സ്ത്രീകളെ ലൈംഗിക പീഡനത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് വളരെ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്ത്രീകളെ രക്ഷിച്ച് പുനർവഹിപ്പിക്കാനായിട്ട് 1895 ഡോണാവൂർ എന്ന സ്ഥലത്തിൽ ഒരു അനാഥാലയവും സ്കൂളും സ്ഥാപിക്കുകയുണ്ടായി. വിധവമാരുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു. കത്തോലിക്ക മിഷണറിമാർ വിധവകളുടെ പുനർജീവിതത്തിന് ഏറെ പങ്കുവഹിച്ചു. 1856 വിധവകൾ പുനർവിവാഹ നിയമം സ്ഥാപിച്ചു. സതിയിൽ നിന്നും വിധവകളെ രക്ഷിക്കുന്നതിന് സഹായിച്ചു. സതിയിൽ നിന്ന് ക്രിസ്ത്യാനിയാൽ രക്ഷിക്കപ്പെട്ട ക്ലാരിൻഡ എന്ന ബ്രാഹ്മണ വിധവ തിരുനെൽവേലിയിൽ പ്രഥമ സഭ സ്ഥാപിക്കുന്ന മുഖാന്തരമായി. തമിഴ് ഭാഷയും ക്രിസ്തീയ മിഷനും. പുരാതനവും വിലയേറിയതും ചിട്ടയോടുകൂടിയതുമായ ഡ്രവിഡിയൻ ഭാഷയാണ് തമിഴ് എന്ന് സർ ജോർജ് ക്രിയേഷൻ അഭിപ്രായപ്പെടുന്നു. രാജരീഹം പറയുന്നു, ക്രിസ്ത്യൻ മിഷണറിമാരാണ് ആദ്യമായി തമിഴ് ഭാഷയിൽ മാസികകളും പുസ്തകങ്ങളും അച്ചടിച്ചതെന്ന്. തമിഴ് വാക്ക് പുസ്തകങ്ങളും ഡിക്ഷണറികളും ലെക്സിക്കനുകളും തമിഴിൽ ആദ്യമായിട്ട് അച്ചടിച്ച് എടുത്തത് ക്രിസ്തീയ മിഷണറികളാണ്. 1578 പോർച്ചുഗീസ് മിഷണറി ഹെൻറി ഹെൻറിക്സ് ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായിട്ട് തമിഴിൽ തമ്പിരാൻ വണക്കം എന്ന പുസ്തകം അച്ചടിച്ചു. റാബർട്ടി നോവലി സംസ്കൃതത്തിൽ നിന്നും തമിഴിലേക്ക് ധാരാളം ലേഖനങ്ങളും വാക്കുകളും സംഭാവന ചെയ്തു. കോൺസ്റ്റന്റൈൻസ് ജോസഫ് പെസ്കിയാണ് ഇപ്പോഴും തമിഴ് വായന ലേഖനങ്ങളുടെ പിതാവെന്ന് അറിയപ്പെടുന്നു. തേമ്പവാണി എന്ന പത്തിയ സമാഹാരവും പരമാർത്ഥ ഗുരു ശിഷ്യന്മാർ കഥ എന്ന ഹാസ്യ ലേഖനങ്ങളും വിലയേറിയതാണ്. തേമ്പവാണി എന്ന പച്ചമഹാരനാണ് വേദപുസ്തകത്തിൻ ചിന്തകളിലെ തമിഴ് കവിതയിലേക്ക് കൂട്ടിച്ചേർത്തത്. സതുരഹദാദി എന്ന ആദ്യത്തെ ഡിക്ഷണറി അദ്ദേഹത്തിൻ്റെ സംഭാവന ആണ്. കൊടുന്തമിഴും ചെന്തമിഴും തമ്മിൽ വേർതിരിച്ചത് ഇരണ്ടിനും ഡിക്ഷണറി ഉണ്ടാക്കിയതും അദ്ദേഹമാണ്. ഇന്നും അദ്ദേഹത്തെ വീരമാമുനി എന്ന് വിളിക്കുന്നു. ജോർജ് ഉക്ലോ പോപ്പ് തിരുക്കുറൾ, തിരുവാസകം, നാലടിയാർ എന്ന കൃതികൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. ഇത് തമിഴ് സംസ്കാരത്തെക്കുറിച്ച് വിലയേറിയ കാര്യങ്ങൾ പ്രദേശികൾക്ക് വെളിപ്പെടുത്തുന്നു. ഇത് തമിഴ് സംസ്കാരത്തെക്കുറിച്ച് തമിഴ് ജനതകളെ തന്നെ പഠിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. 1851 പോപ്പ് കാർഡ്വെൽ ദ്രവിഡ മൊഴികളിൽ ഒപ്പിളക്കണം എന്ന പുസ്തകം എഴുതി. തമിഴിൽ അക്ഷരമാലയെ പരിപോഷിക്കുന്നതിലും തമിഴിലെ ആദ്യ നോവലായ പ്രതാപ മുതലിയാർ ചരിത്രം എന്ന കൃതി തമിഴിൽ ക്രിസ്ത്യാനിയായ
മയൂരാം വേദനായകം പിള്ളയുടെ സംഭാവനയാണ്. ക്രിസ്തവ മിഷനും മറ്റ് മുഖ്യ മേഖലകളും. സ്വാതന്ത്ര്യത്തിനുടെ പ്രവർത്തനങ്ങളിൽ ക്രിസ്തീയ മിഷനിലുള്ള സ്ഥാനം പലപ്പോഴും അവഗണിക്കപ്പെട്ടും തെറ്റിദ്ധരിക്കപ്പെട്ടതുമാണ്. ലോയിഡ്സ് എൽ ലോർഫീർ, റാൽഫ് റിച്ചർഡ്, ആർ.എ. ഡിയൂട്ട്ലി, ആർ.എസ്. മെക്കോണിയൽ, എ.ജി. ഹോപ്പ്, എ.ജെ. ബായ്ത്ത് എന്നിവർ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളിൽ ഏറെ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ജനങ്ങൾ അംഗീകരിക്കപ്പെടേണ്ടതെന്നും ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറണമെന്നും അവർ ആഗ്രഹിച്ചു. അവർ ഖദർധാരികളായിരുന്നു. ഈ വസ്തുതകൾ ആർത്തർ ജയകുമാർ തൻ്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നു. ഇത് കൂടാതെ 103 തമിഴ് ക്രിസ്ത്യൻ സ്വാതന്ത്ര്യ സേനാനികൾ കുറിച്ച് വെളിപ്പെടുത്തുന്നു. ശിശുവിവാഹത്തിനെതിരെയുള്ള പോരാട്ടവും സ്ത്രീകൾക്കായുള്ള വിദ്യാഭ്യാസം, വിധവാ പുനർവിവാഹം, ജാതി നിരോധിക്കൽ, സ്ത്രീകളുടെ അവകാശങ്ങൾ അംഗീകരിക്കുക എന്നുള്ള വിഷയങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് നിരവധി സാമൂഹ്യ പരിഷ്കരണ സംഘടനകൾ മദ്രാസിലും തമിഴ്നാട്ടിലും മറ്റ് ഭാഗങ്ങളിലിരുന്നും ഉയർന്നു വന്നു. ഈ സമയത്തിൽ ക്രിസ്തീയ മിഷണറികൾ തുടർച്ചയായിട്ട് സാമൂഹിക അനീതികൾക്കെതിരെ ശബ്ദം നൽകി. പത്യത കരുതി ഇതിനെ ഇവിടെ നിർത്തുകയാണ്. ക്രിസ്തീയ മിഷൻ രാഷ്ട്രീയ നിർമ്മാണം. ക്രിസ്തീയ മിഷണറികൾ തമിഴ്നാട്ടിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം സുവിശേഷം പറയുവാനും യേശു ക്രിസ്തുവിനെ തമിഴ് ജനങ്ങൾക്ക് അറിയിക്കുവാനും എന്നെങ്കിലും അവർ ആഗ്രഹിച്ചതിന് കൂടുതലായിട്ട് ഈ സമൂഹത്തിന് അവർ ചെയ്ത പ്രവർത്തനങ്ങൾ നാം ചുരുക്കമായി ഇവിടെ കണ്ടു. എന്തിനാണ് ഇവർ ഈ പരിശ്രമം ഏറ്റു എന്ന് നാം അറിയുന്നത് ആവശ്യമാണ്. മത്തായിൻ്റെ സുവിശേഷം 5:13 നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. 14 നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യേശു കർത്താവ് കൽപ്പിച്ച ഈ വാക്കുകൾ അനുസരിച്ചാണ് ക്രിസ്തീയ മിഷണറികൾ തങ്ങളുടെ ജീവിതം പണയം വെച്ചുകൊണ്ട് അടിച്ചമർത്തപ്പെട്ടവരുടെ ജീവിത വിമോചനത്തിനായി പ്രവർത്തിച്ചു. അന്ധവിശ്വാസത്തിന് ഇരുട്ടിലിരുന്ന ഇന്ത്യ സമൂഹത്തിനെ വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചത്തിൽ വിടുവിക്കാനായിട്ട് സംഭാവനകളെ മുൻകൈയെടുത്തു. ഉപസംഹാരം. ഹൈന്ദവ ദേശീയവാദികൾ യഥാർത്ഥ ഇന്ത്യ ചരിത്രത്തെ വളച്ചൊടിച്ച് ഹൈന്ദവ ദേശീയവാദം സൃഷ്ടിക്കുവാൻ കഠിനമായി ശ്രമിക്കുകയാണ്. എങ്കിലും ക്രിസ്തീയ മിഷണറിമാരുടെ സംഭാവനകൾ മറന്നുകൊണ്ടുള്ള ഇന്ത്യ ചരിത്രം ഉള്ളടക്കമൊന്നുമില്ലാത്ത ശൂന്യമായ പേജുകളുള്ള ഒരു പുസ്തകം പോലെയാണ്. ഇന്ത്യയുടെ പുരോഗതിയിൽ പണ്ടും ഇന്നും നാളെയും പ്രയോജനമാകുവാനുള്ള ജ്ഞാനം, അറിവ് എന്നിങ്ങനെയുള്ള ധാരാളം സംഭാവനകൾ ക്രിസ്തീയ മിഷണറികൾ നൽകിയിട്ടുണ്ട്. യഥാർത്ഥ ചരിത്രം അറിയുക എന്നത് ക്രിസ്തവ മിഷണറി പ്രവർത്തനങ്ങൾ ദേശത്തിൽ നടപ്പിലാക്കുവാനും ക്രിസ്തവതയ്ക്കെതിരെ കെട്ടിപ്പടുത്തുന്ന വ്യാജ പ്രചാരണങ്ങൾ നിരാകരിച്ചുകൊണ്ട് മുന്നേറുവാൻ നാം ശ്രമിക്കാം. ഇത്തരം കോൺഫറൻസുകൾ അതിൻ്റെ ആദ്യത്തെ പടിയാണ്. ഇത്ര നേരം ശ്രദ്ധിച്ച് കേട്ട് ബഹുമാനപ്പെട്ട എല്ലാവർക്കും എൻ്റെ ആത്മാർത്ഥമായ നന്ദി പറയുന്നു.